ദ്വാപരയുഗവും സത്യയുഗവും ത്രേതായുഗവും പോലൊന്നല്ലേ പോലെ കാലമൽപ്പം പുഷക കലിയുഗമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങളൊന്നും എടുത്ത് പഠിക്കാനോ പഠിപ്പിക്കാനോ തയ്യാറാകിയാണ് ഭഗവാൻ അറിയാം. ഭഗവാൻ അതുകൊണ്ടൊരു മാർഗം ഇവിടെ നിർദ്ദേശിച്ചില്ലേ. കലിയുഗത്തില് രാവണനെ പോലെ 10 തവണ ശിരസ് ഛേദിച്ച് ഹോമകുണ്ടത്തിലൊന്നും ഇടണ്ട. ശ്രവിച്ചാൽ മോക്ഷം. ഇച്ഛാവാലഭതേ ശ്രദ്ധ, ശ്രദ്ധാവാലഭതേ ജ്ഞാനം. ശ്രദ്ധിച്ചാല് ജ്ഞാനം ഉണ്ടാകും എന്ന് പറയുന്നു. അത്രയ്ക്ക് ശ്രേഷ്ഠകരമായിട്ടുള്ള, അത്രയ്ക്ക് ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ ഭക്തിക്ക് പ്രാധാന്യം നൽകിയ യുഗമാണ് ഈ കലിയുഗം. പക്ഷെ ഈ കലിയുഗത്തില് ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മള്? 2 മണിക്ക് അന്നദാനം കഴിഞ്ഞാൽ പാരായണം കേൾക്കാൻ എത്ര പേരുണ്ടാകും ഇവിടെ? എവിടെയല്ല, എല്ലായിടത്തും അതേ അവസ്ഥ തന്നെയാ. കാരണം നമുക്കിതൊന്നും ശ്രമിച്ചിട്ടുള്ള മോക്ഷം വേണ്ട അല്ലേ? ഇത് ഇവിടെ നിന്ന് കേട്ടോണ്ട് എന്റെ അക്കൗണ്ടിലെ കാശൊന്നും ഇരട്ടിക്കില്ലല്ലോ ഭഗവാനെ, പിന്നെന്തിനാ ഞാനിതൊക്കെ കേൾക്കണല്ലേ? പിന്നെ നമ്മൾ വരും. എന്തിനാ? അപ്പുറത്തെ വീട്ടിൽ അവര് വന്നു, അതുകൊണ്ട് ഞാനും വന്നു അല്ലേ? പലപ്പോഴും നമ്മൾ ഭക്തിയെ അങ്ങനെ ആശ്രയിക്കുക. ശബരിമലയിൽ പോകും പണ്ടുള്ളവര്, കുളിച്ച് വ്രതം നിന്ന് 41 ദിവസം വ്രതം നിന്ന് കുളിച്ച് കഞ്ഞി വെച്ചിട്ടൊക്കെയാ ശബരിമലയിൽ പോകുമല്ലേ. കഠിനമായ സാധനയായിരുന്നു മലകയറ്റത്തിനുള്ള വ്രതം. ഇന്നെങ്ങനെയാ ശബരിമലയിൽ പോവുക? ഒരു കറുത്ത കൈലി വാങ്ങും, ഒരു കറുത്ത ഷർട്ടും വാങ്ങും, ഒരു കറുത്ത വണ്ടി അങ്ങോട്ട് എടുക്കും, ഒരു കറുത്ത ഇയർഫോണും വെക്കും. രാവിലെ എണീച്ച് പറയും വൈകിട്ട് മലയ്ക്ക് പോവുകയാണെന്ന്. പോകുന്ന വഴി മാലയിടും, പമ്പയ്ക്ക് മുന്നേ ഇരുമുടിയും വാങ്ങിക്കും, അവിടെ പോയി അടിക്കും, ഇങ്ങോട്ട് പോകും വരും അല്ലേ? പോകുന്നതും എളുപ്പം, വരുന്നതും എളുപ്പം. ഇങ്ങനെയാ നമ്മുടെ യുവാക്കൾ പോവുക. കുറച്ചും കൂടി പ്രായമുള്ളവർ പോവും. എങ്ങനെയാ പോവുക? 2 ദിവസം മുന്നേ മലയിടും, 2ാമത്തെ ദിവസം മലയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞു പോകും. ഭയങ്കര മലരേറ്റം കണ്ടാ തോന്നും ഇത് അവസാനത്തെ പോകാന്നല്ലേ. ചാടി പിടിച്ച് കേറി ഇടിച്ചൊക്കെ ഇങ്ങോട്ട് പോവും കുറച്ച് മുതിർന്നവരെന്തിനാ? തിരിച്ചു വന്നിട്ട് വേറെ കുറെ കാര്യമുണ്ട്. ഇവിടെ പല സ്ഥലത്തും ക്യൂവിൽ നിൽക്കാണ്ടാരായി ധൃതിപ്പെട്ടു പോകുന്നത്. എന്നിട്ട് ക്യൂവിൽ നിൽക്കാനുള്ള വെപ്രാളും. അവിടെ ഭഗവാന് നേർച്ച നേരും. ഭഗവാനെ തിരിച്ചു ചെല്ലുന്ന 1-ാം തീയതി ഒന്നും ആവരുതേ, ചതിക്കല്ലേ ഭഗവാനെ. ചതിച്ച അടുത്ത വർഷം ഞാൻ വരിക. ഭഗവാനെ വെല്ലുവിളിക്കാനാ പോണത് ശബരിമലയ്ക്കില്ലേ. ചിലരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാവും മലയ്ക്ക് പോണേ? അച്ഛൻ പോയി, അപ്പൂപ്പൻ പോയി, ഇതൊന്നുമല്ല വിഷമം, അപ്പുറത്തണ്ണനും പോയി, പിന്നെ എങ്ങനെയാ ഞാൻ പോവാണ്ടിരിക്ക? ഇങ്ങനെയാ നമ്മള് മലയ്ക്ക് പോവല്ലേ. സജ്ജനങ്ങളെ, അന്തര്യാമിയായ കലിയുഗ വരദനായ അയ്യപ്പ സ്വാമിയെ കാണാൻ 18 പടി ചവിട്ടി എന്ന് പറഞ്ഞ് അവസാനം ചെന്ന് കയറുമ്പോ തത്വമസില്ലേ, വേറും പണിയായി പോയില്ലേ. ഇത്ര കഷ്ടപ്പെട്ട് അങ്ങനെ ചെന്നപ്പോ ഭഗവാൻ എഴുതി വെച്ചിരിക്കുക, നീ ആരെയാണോ തിരികെ വന്നത് അത് നീ തന്നെയാണ്. ഈ ബോർഡ് വായിക്കാൻ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? വാട്സപ്പിൽ ആരെങ്കിലും എടുത്തൊന്ന് സെൻഡ് ചെയ്താ പോരെ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്താ പോരെ. എന്തോരം എളുപ്പമായി. ഈ തത്വമാണ് നമ്മൾ അറിയേണ്ടത്. 18 പഠിക്കുമർത്ഥമുണ്ട്. സർവ്വജ്ഞാത്മാവായ ജഗദീശ്വരൻ എന്ന് പറയുന്ന ഒരു മൃഗം ഉണ്ടല്ലേ, അതിന്റെ നാഭിയിൽ കസ്തൂരി ഇരിപ്പുണ്ട്. പക്ഷെ ഇതിനറിയില്ല ഈ കസ്തൂരി ഗന്ധം എവിടെന്നാ വരുന്നത്. ഇങ്ങനെ കാടായ കാട് മുഴുവൻ ഓടുകയാണ്, എവിടുന്നാ ഈ ഗന്ധം അന്വേഷിച്ച്. അതിന്റെ നാഭിയിൽ നിന്ന് തന്നെയാ വരിക. അതേ അവസ്ഥയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഭഗവാനെ അന്വേഷിച്ചാണ് ഈ നാടായ നാട് മുഴുവൻ നമ്മളിങ്ങനെ അലഞ്ഞു തീർക്കുന്നത്. ഭഗവാൻ പുറത്തല്ല, അകത്ത് തന്നെയാണെന്ന ബോധം ഉണ്ട് നമുക്കില്ലേ. ഇപ്പൊ ദീപാരാധന ഇവിടെ നടന്നു, നമ്മളെല്ലാം ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയല്ലേ. പൊതുവെ ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് നിൽക്കുമ്പോ 2 ക്യൂവാ, ഭയങ്കര ചെല്ല ഭഗവതി കാണാൻ. അങ്ങോട്ട് ഇടിച്ചൊക്കെ അങ്ങോട്ട് നിൽക്കും പലപ്പോഴും. എന്നിട്ട് ദീപാരാധന അങ്ങോട്ട് കഥവ് തുറക്കുമ്പോ കണ്ണങ്ങോട്ട് അടയ്ക്കും അല്ലേ. കാരണം എന്താ? നമ്മള് പോലും അറിയാണ്ട് നമ്മളെ എപ്പോ തുറക്കണോ അപ്പൊ കണ്ണടച്ചു. പിന്നെ എന്തിനാത്ര ഇടിച്ചു നിന്നത്?
കണ്ടാ പോരായിരുന്നോ? ഇല്ലേ? ഭഗവാൻ അകത്താണെന്ന ബോധം ആരോ കോറിയിട്ടിട്ടുണ്ട്. അത് നമ്മുടെ ആത്മാവിനും അറിയാം. ക്ഷേത്രാങ്കണം അനുകൂലമായ ഭക്തിയെ ആചരിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് ആ കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ചൈതന്യം, ഭഗവാൻ അകത്തെന്ന ബോധം ചെറുതായിട്ട് ആ ഭക്തിയുടെ മൂർത്തിമത് ഭാവത്തിൽ നിൽക്കുമ്പോൾ അനുഭവീയമാകുന്നത് കൊണ്ടാണ് നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ കണ്ണടയ്ക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പുറത്തല്ല അകത്താണെന്ന ബോധം ഓരോ ഭാരതീയർക്കും ഉണ്ടാകണം. മാത്രമല്ല, മണ്ഡലകാലത്ത് ശബരിമലയിൽ പോകുമ്പോ ഭഗവാനെ കാണാൻ വേണ്ടി പോകുക, ഭഗവാനാണെന്ന പൂർണ്ണ വിശ്വാസത്തിൽ പോകുക, പരമാവധി സാധനയോടുകൂടി പോകുക. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി 40 തവണയൊന്നും മല ചവിട്ടണ്ട, നല്ലോണം ഒരു വട്ടം പോയാ മതി. പക്ഷെ ആ നല്ലോണം പോവാൻ നമുക്ക് സാധിക്കണം. അതാണ് നിഷ്കാമമായ ഭക്തി. നിഷ്കാമമായ ഭക്തിയിലൂടെ സഞ്ചരിക്കുന്നവനോ മാത്രമേ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രമമാണ് ഓരോ ഭാരതീയരും ശ്രമിക്കേണ്ടത്. അതിലേക്കാണ് ഭാരതീയർ എത്തിപ്പെടേണ്ടത്. ഇതാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്. ഇതുപോലെ ശ്രേഷ്ഠകരമായ മറ്റൊരു സംസ്കാരമാണ്, ഒരു രീതികളിൽ ഞാൻ ഉപേക്ഷിക്കാത്ത സംസ്കാരമാണ് ഭാരതീയ സ്ത്രീ സംസ്കാരം. ആവർത്തന വിരസത ഉണ്ടായാലും സാരമില്ല, ഞാൻ അതങ്ങോട്ട് പറയാണ്ട് പോവില്ല. കാരണം ക്ഷേത്രത്തിൽ പൊതുവെ അകത്തിരിക്കുന്നവർ സ്ത്രീകളല്ലേ. പുരുഷന്മാർ പൊതുവെ തയ്യാറല്ല മുന്നോട്ട് വന്നിരിക്കാൻ. എന്താ, സ്ത്രീകളോ ഭയന്നിട്ടാണോ? അതല്ല, അവരിരുന്നോട്ടെ, പിന്നിപ്പോ നമ്മളായിട്ട് കയറി ഇരിക്കണ്ട, അങ്ങനെ കുറച്ച് ബഹുമാനം കൊണ്ടാണോ? അതല്ല, ഞങ്ങൾ ആണുങ്ങളാണ്, നിന്ന് കേട്ടപ്പോ എന്താ, കേൾക്കാൻ പറ്റില്ലേ, ഇവിടെ തന്നെ വന്ന് ഇരിക്കണം എന്നുണ്ടോ? എങ്ങനെയാണോ? എന്താണ് വിഷയില്ല. പൊതുവെ സ്ത്രീകൾ മാത്രമാണ് മുന്നിലേക്ക് വന്ന് ഇരിക്കാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഭാരതീയ സ്ത്രീ ധർമ്മം നമുക്ക് പറയാതെ പോവാൻ സാധിക്കില്ല. എന്താണ് ഭാരതീയ സ്ത്രീ? ഞാനും ഒരു സ്ത്രീ അല്ലേ. എന്താ സ്ത്രീ? ജനിച്ചപ്പം പറഞ്ഞു സ്ത്രീയാണെന്ന്, അതുകൊണ്ട് സ്ത്രീ അല്ലേ? അങ്ങനെയല്ല, സത്വ രജ തമോ ഗുണങ്ങളുടെ സംവേദനമാണ് ഭാരതീയ സ്ത്രീ. ശ്രേഷ്ഠയാണ് ഭാരതീയ സ്ത്രീ. വീടിന്റെ വിളക്കാണ് ഭാരതീയ സ്ത്രീ. പണ്ടല്ലേ, അത് പറഞ്ഞ ആളെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്തേനെ.